Hello dear friends, welcome to RJ's physics classes. Moving charges and magnetism. Moving charges and magnetism എന്നുള്ള ലോകത്തിലൂടെ അല്ലെങ്കിൽ രാജ്യത്തിലൂടെയാണ് നമ്മളുടെ AC വോൾവോ ബസ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ലോറൻസ് ഫോഴ്സ് എന്നുള്ള ഗാർഡനിലൂടെ നമ്മൾ പോയി അല്ലേ. ലോറൻസ് ഫോഴ്സിൻ്റെ സുന്ദരമായ ഗാർഡൻ നമ്മൾ സന്ദർശിച്ചു. പിന്നീട് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് മൂവ് ചെയ്യുമ്പോൾ അത് സർക്കുലർ പാത്തിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ കുറേ ഡെറിവേഷൻസും നമ്മൾ പഠിച്ചു. സൈക്ലോട്രോൺ റേഡിയസ്, സൈക്ലോട്രോൺ ഫ്രീക്വൻസി, അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സൈക്ലോട്രോൺ റേഡിയസ് R is equal to mv by qb. Then time period 2 pi m divided by qb. Frequency qb by 2 pi m. Angular frequency qb by m. Okay, velocity qb r divided by m. And energy is q square b square r square by 2m. ഇതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണ്ടീഷൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി. ടൈം പീരീഡ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റിയാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, കാരണം ഇതിൽ വെലോസിറ്റി ഇല്ല. എത്ര സ്പീഡിൽ ചെന്നാലും ആ സർക്കിളിൻ്റെ റേഡിയസ് കൂടുക എന്നല്ലാണ്ട് ടൈം പീരീഡിന് മാറ്റം വരില്ല. ഓക്കെ, സ്പീഡ് കൂടിയാലും ടൈം പീരീഡിന് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, എത്ര സ്പീഡ് കൂടിയാലും ടൈം പീരീഡിന് ചേഞ്ച് ഉണ്ടാവില്ല. ഇതെന്തിനാ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ? വെറുതെ ഒരു തമാശയ്ക്ക് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഞാനതിവിടെ എഴുതാം. ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്കറിയണ ഒരു ഇക്വേഷൻ ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ QE ഡിവൈഡഡ് ബൈ m1. സോ in the presence of an electric field there may be a chance for acceleration or there may be a chance for increasing velocity. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്തിന് സ്കോപ്പ് ഉണ്ട്? വെലോസിറ്റി കൂടാൻ സ്കോപ്പ് ഉണ്ട്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വെലോസിറ്റിക്ക് ചേഞ്ച് വരാൻ സാധ്യത ഉണ്ട്. വാട്ട് എവർ ബി ദ വെലോസിറ്റി, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം പീരീഡ്. ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാനുള്ള ടൈം ഫിക്സഡ് ആയിരിക്കും, അതിന് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഇനി സൈക്ലോട്രോൺ, രസമുള്ളൊരു പേരാണത്, സൈക്ലോട്രോൺ. ഓക്കെ, സൈക്ലോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചുറ്റിക്കറങ്ങണത്. അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താവും? സർക്കുലേറ്റ് ചെയ്യണ ഒരു ഡിവൈസ്, അല്ലെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കണ ഒരു ഡിവൈസ്. ഓക്കെ, ചാർജിൻ്റെ എനർജി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുക? സൈക്ലോട്രോൺ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ലോറൻസ് ആൻഡ് ലിവിങ്സ്റ്റൺ. ഓക്കെ, ലോറൻസും ലിവിങ്സ്റ്റണും സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ് കണ്ടുപിടിക്കുകയാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സോ ഒന്നാമത്തെ ക്രൈറ്റീരിയ അവസാനിച്ചു. What is meant by cyclotron? Cyclotron is a device used to accelerate charged particles. Cyclotron is a device used to accelerate charged particles. Charged particles നെ accelerate ചെയ്യാനുള്ള ഡിവൈസിനെയാണ് എന്ത് പേര് വിളിക്കുക? സൈക്ലോട്രോൺ എന്ന് വിളിക്കുക. What is meant by cyclotron എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? It is a device used to accelerate charged particles. If we got a device, the first condition we have to give its principle.
കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ്, അതിൻ്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഓക്കെ, മീറ്റർ ബ്രിഡ്ജ്, വീസ്റ്റോൺ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, ഇങ്ങനെ നമ്മൾ ഏത് ഡിവൈസ് കാണുകയാണെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പിൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, സോ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത് എന്തിനാണ് സൈക്ലോട്രോൺ? It is a device used to accelerate charged particles. It is a device used to accelerate charged particles. സംശയമില്ലല്ലോ? ഞാൻ ആ കണ്ടീഷൻ ചോദിക്കാൻ വിട്ടു. ബുക്കും പെന്നും ആയിട്ടാണല്ലോ ഇരിക്കേണ്ടാവുക, അല്ലേ? എഴുതാൻ റെഡി ആയിട്ടായിരിക്കണം ഇരിക്കണത്. സോ വാട്ട് ഈസ് മീൻ ബൈ സൈക്ലോട്രോൺ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഉറപ്പല്ലേ? ദെൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ സർക്കുലേറ്റ് ചെയ്യണം, സ്പീഡ് കൂടും വേണം. സ്പീഡ് കൂടിയാലേ എനർജി കൂടുള്ളൂ. സിൻസ് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv². സർക്കുലേറ്റ് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡ് വേണം. വെറും മാഗ്നറ്റിക് ഫീൽഡ് പോരാ, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഓക്കെ, സ്പീഡ് കൂടണം ചാർജിൻ്റെ. സോ ഇറ്റ് റിക്വയർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവിടെ എന്തൊക്കെ വേണം? ഇലക്ട്രിക് ഫീൽഡും വേണം, മാഗ്നറ്റിക് ഫീൽഡും വേണം. ഒരിക്കൽ കൂടെ ആലോചിച്ച് നോക്കൂ. ചാർജ് സൈക്ലോട്രോൺ ആണ്, മീൻസ് സർക്കുലേറ്റ് ചെയ്യണം. സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർ ദ പ്രസൻസ് ഓഫ് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സർക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി വെലോസിറ്റി കൂടണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക് ഫീൽഡ് വേണം. അതെന്താ സാർ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെലോസിറ്റി കൂടാത്ത? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആക്ട് ചെയ്യണത്? 90 ഡിഗ്രിയിലാണ്. 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്താൽ അത് ചെയ്യണ വർക്ക് ഡൺ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കുഴിമടിയാനാണ് ആക്ച്വലി. അയാൾ വർക്കൊന്നും ചെയ്യില്ല, പക്ഷെ ഒരു ഗുണമുണ്ട്, അയാളുടെ പ്രസൻസിലാണ് ഈ പറഞ്ഞ സർക്കുലേഷൻ നടക്കുള്ളൂ. ഓക്കെ, അയാൾ വർക്കൊന്നും ചെയ്യില്ല, പക്ഷെ എന്തുണ്ട്? അയാളുടെ പ്രസൻസിൽ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഒരു വലിയ ടാങ്കർ ലോറി ഒരു ട്രാഫിക് ഐലൻഡിലൂടെ കൃത്യമായി ഡയറക്റ്റ് ചെയ്യണ ഒരു പോലീസ് ഓഫീസറുടെ റോളാണ് മാഗ്നറ്റിക് ഫീൽഡിന്. പോലീസ് ഓഫീസർ പോയിട്ട് വണ്ടർ സ്റ്റിയറിംഗ് തിരിച്ച് ആ വലിയ വെഹിക്കിളിനെ വേണ്ട രീതിയിൽ കൊണ്ടുപോകണമെന്നില്ല. ഓക്കെ, പകരം അയാൾ ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. പണി ആരെടുത്തോളും? ട്രക്കിൻ്റെ ഡ്രൈവർ എടുത്തോളും. ആ ഡ്രൈവറാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് വിൽ ഡ്രൈവ് ദ ചാർജ്. മറ്റാൾ ട്രാഫിക് പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഹി വിൽ ഡിറക്ട് ദ വെഹിക്കിൾ ടു ദി റിക്വയർഡ് ഡിറക്ഷൻ. ഓക്കെ, സോ പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതങ്ങനെ ഭംഗിയായിട്ടാണ് പോയിക്കോളും. ഇലക്ട്രിക് ഫീൽഡ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ രണ്ടാളും വേണം. ഇതന്നെയാണ് പ്രിൻസിപ്പിളിലും വരുന്നത്. വെൻ എ ചാർജ് ഈസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് വിൽ ടേക്ക് എ സർക്കുലർ പാത്ത്. When a charge is moving in a perpendicular magnetic field, it will take a circular path. Okay, so perpendicular electric and magnetic field എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. Electric and magnetic field always എന്തായിരിക്കും? ഇവിടെ perpendicular ആയിരിക്കും. Okay, when a charge is moving in a perpendicular electric and magnetic field, it will take a circular path. ഓക്കെ, ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ആട്ടോ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആവേണ്ടത്. ഓക്കെ, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആവേണ്ടത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ തിയറി പറയുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക്കിനെ ഒഴിവാക്കാം. ഇലക്ട്രിക് അവിടെ വേണം, പക്ഷേ സർക്കുലേഷൻ സംഭവിക്കുക ആര് കാരണമാണ്? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വെൻ എ ചാർജ് ഈസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് വിൽ ടേക്ക് എ സർക്കുലർ പാത്ത്. അല്ലെങ്കിൽ ഒരു ചെറിയ പാര അവിടെ വരാണ്ട്. എന്താ ചോദിച്ചാൽ, ഒരാൾ ചോദിക്കുകയാണ്, സർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയാൽ പോരെ, മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് ചാർജ് മൂവ് ചെയ്യണമെങ്കിലോ എന്നുള്ളൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കണ്ടീഷൻ മാറ്റിയാൽ മതി. വെൻ എ ചാർജ് ഈസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് വിൽ ടേക്ക് എ സർക്കുലർ പാത്ത്. ഇലക്ട്രിക്കിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്ങനെ പോയാലും മൂപ്പർ ആക്ട് ചെയ്യും. Clear അല്ലേ? Okay, when a charge is moving in a perpendicular magnetic field and electric field, it will take a circular path. Okay, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ് ഞാൻ പറഞ്ഞു. ഏതൊക്കെ? മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഇനി about the device, it consists of two semi-spherical metal plates called discs.
സൈക്ലോട്രോണിൽ രണ്ട് സെമി സ്ഫെറിക്കൽ മെറ്റൽ പ്ലേറ്റുകളുണ്ട്. അവരെ വിളിക്കണ പേരാണ് ഡീസ്. Okay, cyclotron consists of two semi-spherical metal plates called Ds. DEES അല്ലെങ്കിൽ D'(S). ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഡി ഷേപ്പാണ് അതിന്. ഡി ഷേപ്പ് എന്ന് പറയാൻ പാടില്ല കേട്ടോ, സെമി സ്ഫെറിക്കൽ ആണ്. ഒരു ബോളിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച പോലെ. Okay, it consists of two semi-spherical metal plates called Ds. This can be called as D1 and this can be called as D2. These are connected with RF oscillator, radio frequency oscillator. Oscillator means the device which can produce oscillation. Okay, up to some megahertz. Oscillator നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Okay, ഇതിൽ ഒരു മൊമെന്റിൽ ഇയാൾ പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആവും. അടുത്ത മൊമെന്റിൽ നേരെ തിരിയും, ഇത് മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ് ആവും. അടുത്ത മൊമെന്റിൽ ഇത് വീണ്ടും പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം പ്ലസ് മൈനസ്. ദെൻ perpendicular magnetic field is applied across the device. Perpendicular magnetic field is applied across the device. Okay, ഇത് പ്ലസും ഇത് മൈനസും ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ചാർജ് ഇരിക്കണമെന്ന് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ രീതിയിൽ. ഓക്കെ, ഇങ്ങനെയാണ് ചാർജ്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണെങ്കിൽ ഇങ്ങനെയാണ് ഫീൽഡ്. അപ്പം ഇങ്ങനെ ഡിവൈസ് ഇരിക്കണോ, ഈ ഡിവൈസിൻ്റെ ഇങ്ങനെയായിട്ടൊരു ഹോൾ ഷൂ മാഗ്നറ്റ് വെക്കുകയാണ്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഇങ്ങനെയാണ് ഓബ്ജക്റ്റ് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഹോൾ ഷൂ മാഗ്നറ്റ് വെക്കാം, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓബ്ജക്റ്റ് എങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് ഹോൾ ഷൂ മാഗ്നറ്റ് ഉണ്ടാവുക. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇതാണ് നമ്മളുടെ ഡി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ഹോൾ ഷൂ മാഗ്നറ്റ് വെക്കും. ഈ ഹോൾ ഷൂ മാഗ്നറ്റിൻ്റെ ഈ എൻ്റെ തമ്പ് നോർത്ത് പോളും 4 ഫിംഗർ സൗത്തും ആണ് വിചാരിക്കുക. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ഓക്കെ, സോ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ്. കാരണം നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഡി ഇരിക്കണത്. ഇങ്ങനെ ഡി ഇങ്ങനെയാണ് ഡി. ഈ ഡീൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ നോർത്ത് പോളും എൻ്റെ ഈ കൈ സൗത്ത് പോളാണ് വിചാരിക്കുക. അപ്പം എൻ്റെ ശരീരത്തിന് കൈയിൻ്റെ ഭാഗത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡി ഇരിക്കണം. ഇത് D1, ഇപ്പുറത്ത് D2. D1 പോസിറ്റീവ്, D2 നെഗറ്റീവ്. അപ്പം ഇങ്ങോട്ട് അടുത്ത മൊമെന്റിൽ തിരിയും. ഇയാൾ പോസിറ്റീവ്, ഇപ്പുറത്ത് നെഗറ്റീവ്. ഇങ്ങനെ ഏതോ ആയിക്കോട്ടെ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ, അതെങ്ങനെ തിരിഞ്ഞു വന്നാലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഡിവൈസ് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രൊജക്ടൈൽസ് ആയിട്ട് ന്യൂക്ലിയർ റിയാക്ഷനിൽ ചാർജിനെ ഹിറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോസസ്സുകൾ നമ്മൾ നടത്താറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ടണലിങ്, ഇതിനൊക്കെ നമുക്ക് റിക്വയർഡ് എനർജി ഉള്ള ചാർജുകൾ ആവശ്യമുണ്ട്. ഈ ചാർജുകൾ കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാക്കാനുള്ള ഒരു ഡിവൈസ് ഇവിടെ സെറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഓസിലേറ്റർ ഓൺ ചെയ്തു. ദിസ് ഈസ് പോസിറ്റീവ് ചാർജ്. ലെറ്റ് ദിസ് ബി പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇനി ഈ ഓസിലേറ്റർ ഓൺ ചെയ്ത മൊമെന്റിൽ D1 പോസിറ്റീവ്, D2 നെഗറ്റീവ്. ഈ ചാർജ് പോസിറ്റീവ് ആണ്. സോ ചാർജ് നെഗറ്റീവ് ഡീൻ്റെ മുകളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കാം. പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. വെലോസിറ്റി എങ്ങോട്ടാണ്? ആ ഡിറക്ഷനിലേക്കാണ് വെലോസിറ്റി. അങ്ങനെ വരുമ്പോൾ ഫോഴ്സ് വരിക നേരെ താഴേക്കാവും. ഫോഴ്സ് വരിക നേരെ താഴേക്കാവും. ഓക്കെ, ഇനി അല്ലാത്തൊരു മെത്തേഡ് നമ്മൾ പണ്ടെന്നോ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി ഇങ്ങനെ.
അപ്പോൾ ഈ കൈ വെള്ളം നിൽക്കുന്നത് ഏത് ഡയറക്ഷനാണോ അതാണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാ വരിക? താഴേക്ക്. ഓക്കെ, സോ it will take a circular path since the magnetic field is perpendicular. ടൈം പീരീഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാവും. The time period should be set in such a way that when the charge completes a semicircular path, the polarity of the D will reverse. ഡീൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. എപ്പോൾ ഇയാൾ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യണോ ആ മൊമെൻറ്റിൽ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ ദിസ് ബിക്കം നെഗറ്റീവ് ആൻഡ് ദിസ് ബിക്കം പോസിറ്റീവ്. ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇയാൾ നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഈ ചാർജ് പോസിറ്റീവാണ്. സോ ഈ പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ഡി അതിൻ്റെ അടുത്തേക്ക് പിടിച്ച് വലിക്കും. അങ്ങനെ പിടിച്ചു വലിച്ചാൽ സ്പീഡ് കൂടുന്നുറപ്പല്ലേ? അല്ലേ? ആണ്. അങ്ങനെ പിടിച്ചു വലിച്ചാൽ സ്പീഡ് കൂടും, 100% ഉറപ്പാണ്. ഓക്കെ, വി നോ ദ എക്സ്പ്രഷൻ ഫോർ റേഡിയസ്. R is equal to mv by qb. When velocity increases, its radius increases. ഇവിടെ എത്തിയാലും വീണ്ടും പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഫീൽഡ് മുന്നിലേക്ക്, വെലോസിറ്റി റൈറ്റിലേക്ക്. അപ്പോൾ കൈവെള്ളം നിൽക്കുന്നത് മുകളിലേക്ക്. സോ ഇൻസൈഡ് ദിസ് ഡി ഇറ്റ് വിൽ ടേക്ക് എ സർക്കുലർ പാത്ത് വിത്ത് ഇൻക്രീസ്ഡ് റേഡിയസ്. ഓക്കെ, അഗെയിൻ വെൻ ഇറ്റ് കംപ്ലീറ്റ്സ് എ സെമി സർക്കുലർ പാത്ത്, വെലോസിറ്റി വിൽ പൊളാരിറ്റി വിൽ ചേഞ്ച്. അപ്പോൾ ഇയാൾ കഴിഞ്ഞു, ഇതും തീർന്നു. ഇപ്പോൾ ഉള്ളത് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. സോ ഇയാൾ നെഗറ്റീവ് ഡേയിലേക്ക് അട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ സ്പീഡ് കൂടും. അഗെയിൻ ഇറ്റ്സ് റേഡിയസ് വിൽ ഇൻക്രീസ്. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ ചാർജ് മൂവ് ഔട്ട് ഫ്രം ദ ഡിവൈസ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ആ ചാർജ് സൈക്ലോട്രോണിൽ നിന്ന് പുറത്തു വരുന്നത് വരെ. ഓക്കെ സർ, അതെങ്ങനെ ഈ ടൈം പീരീഡ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുക? ഓരോ മൊമെൻറ്റിൽ ഇതിൻ്റെ സ്പീഡ് കൂടി വരുന്നില്ലേ? റേഡിയസ് കൂടി വരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ടൈം പീരീഡ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? കുട്ടാമോനെ, ഞാൻ അതല്ലേ ആദ്യം പറഞ്ഞേ. എന്താണ്? ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് റേഡിയസ്. ഇക്വേഷൻ നോക്കിക്കോളൂ. ഓക്കെ, സോ എത്ര വലിയ പാത്ത് വന്നാലും, എത്ര ചെറിയ പാത്ത് വന്നാലും, എത്ര വലിയ വെലോസിറ്റി വന്നാലും, എത്ര ചെറിയ വെലോസിറ്റി വന്നാലും ടൈം പീരീഡ് സെയിം ആണ്. അപ്പോൾ അതൊരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ പോരെ? അല്ലാണ്ട് ചാർജിൻ്റെ പിന്നാലെ ഓടിപ്പോയി ടൈം പീരീഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വൺ സെറ്റ് ഇറ്റ് എവർ സെറ്റ് എന്നുള്ളതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു എക്സ്പെരിമെൻറ്റ് കഴിയുന്നത് വരെ അത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അല്ലാണ്ട് ഓരോ പ്രാവശ്യം സ്പീഡ് നോക്കിയിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യണ മാതിരി അല്ലെങ്കിൽ ഗിയർ മാറ്റണ മാതിരി എന്ത് ചെയ്യണ്ട, നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ നിയമം അതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞേ. Got it? Is it clear now? Yeah, fine. So ടൈം പീരീഡ് സെറ്റ് ചെയ്യേണ്ട പ്രശ്നം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞു വെലോസിറ്റി കൂടി വന്നാൽ അതിനർത്ഥം ഒറ്റ ഒന്നേ ഉള്ളൂ, അതിൻ്റെ റേഡിയസ് അങ്ങനെ കൂടിക്കോളും. എഗെയിൻ ടൈം പീരീഡ് റിമൈൻ സെയിം. ഓക്കെ സർ, മനസ്സിലായി. താങ്ക് യു. അപ്പോൾ അത് ക്ലിയർ ആണ്. ഈ വർക്കിംഗ് കൃത്യമായിട്ട് മനസ്സിലായോ? The charge should place at the middle. When the oscillator is on, the charge will move to the D having opposite polarity. Inside the D, it will take a circular path. When it completes a semicircular motion, its polarity will reverse. So the charge will move to the other D with an increased velocity. Again it takes a circular path. On completing semicircular motion, polarity again reverses. That process will continue until the charge move out from the device. That is the working of cyclotron. Clear ആയാ? എന്തേലൊക്കെ ആണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളാണ് ആ ഡിവൈസ്. വാട്ട് ഈസ് സൈക്ലോട്രോൺ ചോദിച്ചാൽ ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. What's the principle of cyclotron? When the charge is moving in a perpendicular magnetic field, electric ഞാൻ വെറുതെ കൂട്ടിയതാണ്, and electric field, it will take a circular path. Okay, it will take a circular path. എന്തൊക്കെ സൈക്ലോട്രോണിലുള്ളതെന്ന് ചോദിച്ചാൽ തത്തമ്മേ പൂച്ചൊന്നും വേണ്ട. അവിടുത്തെ വർക്കിംഗ് എന്താണെന്ന് ആലോചിച്ചാൽ പോരെ. ഈ ചാർജ് എവിടെ കിടന്നിട്ടാ റൊട്ടേറ്റ് ചെയ്യണത്? ഡികൾക്കുള്ളിൽ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സെമിസ്ഫെറിക്കൽ പ്ലേറ്റ്സ് കോൾഡ് ഡീസ്.
ഇത് കറങ്ങണമെങ്കിലേ ഇലക്ട്രിക് ഫീൽഡ് വേണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് കൊണ്ടുപോയി വെച്ചത്? RF ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. Okay, so RF oscillator is connected across the disc. Perpendicular magnetic field is applied across the device. There is a window on one of the D to take out charge from the device. There is a window on one of the D to take out charge from the device. Device in the explanation ആയില്ലേ? And working. ഓക്കെ, വർക്കിംഗ് നേരത്തെ ഞാൻ പറഞ്ഞു. സോ വളരെ ഈസിയാണ്. ചാർജ് കൊണ്ടുപോയി വയ്ക്കും. നമുക്കതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരണം അല്ലേ? അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരണമെങ്കിൽ ഒരു പകുതി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചാടണ്ടേ, അടുത്ത പകുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ ചാടണ്ടേ, ഈ പകുതി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചാടണ്ടേ. അങ്ങനെ ചാടണമെങ്കിൽ ചാർജ് അല്ലേ ഈ ഡിന്ന് പുറത്തേക്ക് പോരണമെങ്കിൽ എന്ത് വേണം? പൊളാരിറ്റി റിവേഴ്സ് വേണം. എപ്പോഴാണ് ചാടേണ്ടത്? ഇവിടുന്ന് ചാടിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് റൗണ്ട് അടിച്ച് ഇപ്പുറത്തെ തലക്കിൽ എത്തുമ്പോൾ ചാടണം. ഇവിടുന്ന് കുറേ ചാടി കളിച്ചിട്ട് കാര്യമില്ല, ഈ തലക്കിൽ എത്തുമ്പോൾ ചാടണം. സോ വെൻ ഇറ്റ് കംപ്ലീറ്റ്സ് എ സെമി സർക്കുലർ പാത്ത്, പൊളാരിറ്റി ഓഫ് ദ ഡി വിൽ റിവേഴ്സ്. അപ്പോഴല്ലേ അപ്പുറത്തേക്ക് ചാടുള്ളൂ. അത്രയും ആലോചിച്ചാൽ പോരെ. ഇതിനു വേണ്ടി വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോണ്ട. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിയറി. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ് ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, ദെൻ the process will continue until the charge move out from the device. Okay, ഇതാണ് സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി സൈക്ലോട്രോൺ എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇറ്റ്സ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ദെൻ ഇറ്റ്സ് വർക്കിംഗ് ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഇനി അതിൻ്റെ മുകളിൽ ആണി അടിച്ച് കയറ്റണം. അതിനാണ് വേണ്ടത് അല്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡീമെറിറ്റ്സ്. ഇത്രയും നേരം ഗുണങ്ങൾ പാടി, പിന്നെ ദോഷങ്ങളും പാടണല്ലോ. ഓക്കെ, സോ ഡീമെറിറ്റ്സ് ഓഫ് സൈക്ലോട്രോൺ. സൈക്ലോട്രോണിൻ്റെ ഡീമെറിറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, we can't accelerate neutral particles using cyclotron. We can't accelerate neutral particles using cyclotron. ഇതെന്ത് വർത്താന സാറേ പറയണത്? നിങ്ങൾ തന്നെയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ സൈക്ലോട്രോൺ ഈസ് എ ഡിവൈസ് യൂസ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. എന്നിട്ട് പിന്നെ സാർ എന്നെ ഡീമെറിറ്റ് പറയാണ് ന്യൂട്രൽ പാർട്ടിക്കിളിന് ആക്സിലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോൺ പറ്റൂല. ഇത് ഏതാണ്ട് കോഴിക്കോട് തൃശ്ശൂർ ബസ്സിൽ ആനേനെ കയറ്റാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ മാതിരി ആയല്ലോ അല്ലേ? ആനേനെ കയറ്റാനല്ല ബസ്, ആൾക്കാരെ കൊണ്ടുപോകാനാണ്. സോ തൃശ്ശൂർ കോഴിക്കോട് ബസ്സിൽ ആനേനെ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് എന്തല്ല? അതിൻ്റെ ഡീമെറിറ്റ് അല്ല. പിന്നെ സാർ എന്താ ഇങ്ങനെ പറഞ്ഞേ എന്നറിയാണ്ടൊരു ഡൗട്ട് വരും. ഓക്കെ, അതിൻ്റെ പ്രശ്നം അത്രേ ഉള്ളൂ. ആൾക്കാരെ കയറ്റാൻ തന്നെയാണ് ബസ്. ഓക്കെ, പക്ഷെ സ്ഥിരമായിട്ട് പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ബസ് ഉണ്ടാവുക അല്ലേ? അല്ലാണ്ട് കേരളത്തിൽ ഓടുന്ന ബസ്സുകൾ സുമോ ഗുസ്തിക്കാരന് വേണ്ടിയിട്ട് 3.5 സീറ്റും വെച്ചിട്ടാണോ ബസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അല്ലല്ലോ. എന്നും പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ബസ് ഉണ്ടാവുക? ആ കൂടി വലിയൊരു ബസ് ഉണ്ടാക്കിയിട്ട് 3.5 ആൾക്ക് അല്ലെങ്കിൽ 4 ആൾക്ക് കയറാനുള്ള സ്റ്റൈലിലാണോ ബസ് ഉണ്ടാക്കുക? അല്ല. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ വിങ്ങിൽ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ന്യൂട്രോൺ. ഓക്കെ, പ്രൊജക്ടൈൽസിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. കാരണം ന്യൂക്ലിയസിനെ പോയിട്ട് ഹിറ്റ് ചെയ്യാൻ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ദർ മസ്റ്റ് ബി റിപ്പൽഷൻ. ഓക്കെ, ഈ റിപ്പൽഷനും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ന്യൂട്രോൺ. സോ പ്രൊജക്ടൈൽസ് ആയിട്ട് നമ്മൾ മെജോറിറ്റി യൂസ് ചെയ്യാൻ ന്യൂട്രോൺ ആണ്. ആ ന്യൂട്രോണിനെ ഇയാളൊന്നും ചെയ്യണില്ല. അതുകൊണ്ടാണ് എന്തായിട്ട് മാറിയേ? അതൊരു ഡീമെറിറ്റ് ആയിട്ട് മാറിയേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡീമെറിറ്റ്, we can't accelerate charges above a limit. We can't accelerate charges above a limit. അത് അതിനേക്കാളും മോശം വർത്താനായി സർ. ഒരു ലിമിറ്റിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് ആർക്കാ അറിയാത്തത്? അതേത് ഡിവൈസിൻ്റെയും ഡീമെറിറ്റ് അല്ലേ? ഉറപ്പല്ലേ? ഒരു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഡീമെറിറ്റ് അല്ലേ? 25 കോടി ആളെ അവിടെ നിർത്താൻ പറ്റില്ല. ഏതിനും ആ ഡീമെറിറ്റ് ഉണ്ടാവും. പിന്നെന്താ ഈ പ്രശ്നം വന്നേ? അതിൻ്റെ പ്രശ്നം അത്രേ ഉള്ളൂ. ആ ഡിവൈസിൻ്റെ മാക്സിമം ലിമിറ്റിനപ്പുറം പോകാൻ പറ്റില്ല എന്നല്ല, അതിൻ്റെ മുന്നേ തന്നെ ആ ഡിവൈസ് സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കാറിൻ്റെ സ്പീഡോമീറ്ററിൽ 180 km/h എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡോമീറ്ററിൽ. ആക്സിലേറ്റർ ചവിട്ടിയിട്ട് വണ്ടി തുളഞ്ഞ് താഴേക്ക് പോകുന്നുള്ള ലെവലിലെത്തിയാലും കാർ 60 km/h പോവുള്ളെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്.
150 km/h സ്പീഡിൽ ഓടാൻ സ്പീഡോമീറ്റർ അറേഞ്ച് ചെയ്ത് വെച്ച കാറിന് 240 km/h പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേട്ടോൻ ചിരിക്കും. കാരണം അത് ഡീമെറിറ്റ് അല്ല, മറ്റവൻ്റെ അസൂയാണ് അല്ലേ. 150 km/h മാക്സിമം ഉള്ള കാറിന് ഇതെന്ത് കാറാ 240 km/h പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ അയാളെ നോക്കി ഒരു പ്രത്യേക ചിരിച്ചിരിക്കും. അതേസമയം 150 km/h എന്ന് കാറിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 60 km എത്തുമ്പോൾ തന്നെ പിന്നെ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വെഹിക്കിൾ നീങ്ങണില്ലെങ്കിൽ അത് ഡീമെറിറ്റാണ്. ആ ഡീമെറിറ്റാണ് ഇവിടെ പറഞ്ഞത്. കാരണം ഒരു പ്രത്യേക ലിമിറ്റ് എത്തുമ്പോൾ റിലേറ്റിവിസ്റ്റിക് കേസ് ഫോം ചെയ്യും. വെൻ ദ വെലോസിറ്റി ഇൻക്രീസസ് we know mass will increases അല്ലേ. when the velocity approaching to the velocity of light, mass of an object will increase as per the equation m equal to m0 divided by root of 1 minus v square by c square. ഈ ഇക്വേഷൻ പ്രകാരം എന്താണ്, ആ ഒബ്ജക്റ്റിൻ്റെ മാസ് കൂടും. മാസ് കൂടിയ റേഡിയസ് കൂടും. മാസ് കൂടിയ ടൈം പീരീഡ് മാറും, ഫ്രീക്വൻസി മാറും, വെലോസിറ്റി മാറും, ആംഗുലർ ഫ്രീക്വൻസി മാറും, എനർജി മാറും. ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റും. അപ്പം ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് പുറത്തേക്ക് വരേണ്ട ചാർജ് പോയിട്ട് ഇതിൻ്റെ സർഫസിൽ പോയിട്ട് ഇടിക്കും. നമ്മൾ വിചാരിക്കാത്തപ്പോൾ ചാർജ് പുറത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ വന്നാൽ എന്താവും എന്നുള്ളത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ബൈക്ക് ഉണ്ട്, ചിലപ്പോൾ അതിൻ്റെ ആക്സിലേറ്റർ കേടുവന്നു കഴിഞ്ഞാൽ, ആക്സിലേറ്റർ കേബിൾ കേടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രത്യേക പോക്കുണ്ട്. അത് ഭയങ്കര രസമാണ്. ആ പോക്ക് നല്ല രസമുള്ളൊരു പോക്കാണ്. കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒക്കെ വണ്ടി നന്നെ നിൽക്കും. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൊമെൻറ്റിൽ ഇട്ടും നന്നാണ് പോവും. ചിലപ്പോൾ മുകളിലിരിക്കണം, താഴത്തുണ്ടാവും. ഓക്കെ, ആ ഒരു പോക്ക് ഒരു അനുഭൂതിയുള്ള പോക്കാണ്. അതിന് തോന്നിയ മാതിരി പോവുക. ഈ കേസ് ചാർജിന് വന്നാലും പ്രശ്നമാവുന്ന ഉറപ്പല്ലേ. സോ ഈ കണ്ടീഷൻ കൊണ്ടാണ് നമ്മൾ ഡീമെറിറ്റ് പറഞ്ഞത്. We can't accelerate charges above a limit. If it reaches a particular limit, relativistic case will arise. So all the equations will not be valid. ഓക്കെ, ഓർ അതൊക്കെ എന്താവാൻ തുടങ്ങും, തെറ്റ് വരാൻ തുടങ്ങും. അപ്പം നമ്മൾ വിചാരിച്ച മാതിരി ഫങ്ഷൻ ചെയ്യില്ല. Then third one, we can't accelerate electrons. We can't accelerate electrons using this. ഓക്കെ, ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഈ ഡിവൈസ് കൊണ്ട് പറ്റില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടുതലാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റിൻ്റെ 1/10 ആണ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി. സോ മൂപ്പർ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഫാസ്റ്റാണ്. മാസ് ഒട്ടില്ലേനും വളരെ ചെറിയ മാസ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, വളരെ ചെറിയ മാസാണ്. ചെറിയ മാസും ഹൈ വെലോസിറ്റി ആയിട്ട് ഒരു അന്തമില്ലാത്ത കോലത്തിലാണ് ഇപ്പം തന്നെ മൂപ്പർ പോണത്. ഇനി നമ്മൾ സൈക്ലോട്രോൺ വെച്ചിട്ട് അതിൻ്റെ എനർജി കൂട്ടിയാൽ വെലോസിറ്റി കൂടും, 100% ഉറപ്പല്ലേ. ഈ വെലോസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിലേറ്റിവിസ്റ്റിക് കേസ് വരും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യില്ല, സൈക്ലോട്രോൺ യൂസ് ചെയ്യാറില്ല. പറഞ്ഞ ഐഡിയ കിട്ടിയോ? സോ ദീസ് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് സൈക്ലോട്രോൺ. ഓക്കെ, അപ്പോൾ സർ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഇതിലിപ്പോൾ എനർജി കൂടാൻ കാരണം എന്താ? ഒന്നാമത്തെ സർക്കുലേഷനിൽ ഇവിടെ പിടിച്ച് വലിച്ചു, വെലോസിറ്റി കൂടി. ഇവിടുന്ന് പിടിച്ച് വലിച്ചു, വെലോസിറ്റി കൂടി. ഇവിടുന്ന് പിടിച്ച് വലിച്ചു, വെലോസിറ്റി കൂടി. ഇവിടുന്ന് പിടിച്ച് വലിച്ചു, വെലോസിറ്റി കൂടി. സോ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വലിക്കല്ലേ, അപ്പോൾ സ്പീഡ് കൂടി വരല്ലേ. ഈ സ്പീഡ് കൂടി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടില്ലേ, അപ്പോൾ എനർജി കൂടി എന്നായില്ലേ. യാ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ അപ്പോൾ ഓരോ സർക്കുലേഷനിലും അതിൻ്റെ റേഡിയസ് കൂടും. നോക്കിക്കോളൂ, റേഡിയസ് കൂടി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനർജി കൂടി എന്നല്ലേ. അപ്പോൾ എനർജി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ വിൻഡോ ഇവിടേക്ക് വെക്കേണ്ടി വരും. എനർജി കൂടുന്നതിനനുസരിച്ചിട്ട് ആ വിൻഡോൻ്റെ പൊസിഷൻ ഇങ്ങനെ നീക്കി വരും. എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൃത്യം വെലോസിറ്റി ഉള്ള ആൾ പുറത്തേക്ക് വരും. ആ എനർജി ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സോ സൈക്ലോട്രോൺ എന്നുള്ള സുന്ദരമായ ലോകം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.